പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഇവര് 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. താരത്തിന്റെ മക്കൾക്കാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് വൈഫോ തേർഡ് വൈഫോ ആയ ഒരു സ്ത്രീ. കുറച്ചു മുന്നേ ഞാൻ കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് സന്തോഷം വന്നു. കാര്യം കിച്ചുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഋതപ്പനെ കാണണമെന്ന്. എന്തായാലും അവൻ ഫൈനലി പോയി കണ്ടിട്ടുണ്ട്. അവർ ഒരുമിച്ച് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ ചുറ്റിപ്പറ്റിയിട്ട് ഇനി നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിനെ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ വരും, പിന്നെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വരും. എതിർക്കുന്ന കാരണം എന്തായിരിക്കും? കാര്യം കിച്ചുവിന് വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രേണുവിന് അഗെയിൻസ്റ്റ് ആയിട്ട്. ഈവൻ പണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരെ കിച്ചുവിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി കിച്ചുവിനെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പെട്ടെന്ന് കിച്ചു അവിടെ പോകുന്നു, ഋതപ്പനുമായിട്ട് കറങ്ങാനൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ പറയും അപ്പം ഞങ്ങളൊക്കെ മണ്ടന്മാരായി പോയില്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യം വരും. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീന ബീവി ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ മുൻകൈ എടുത്ത് നിന്നത്. അതായത് കിച്ചുവിൻ്റെ സങ്കടവും വിഷമവും ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരത്തി അന്ന് തന്നെ പോയി കിച്ചുവിനെ കാണുകയും അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പിന്നെ പുള്ളിക്കാരത്തി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ വിഷയത്തിൽ ഷഫീന ബീവി ഇറങ്ങി തിരിച്ചതാണ്. പിന്നെ ഇതുവരെ ഈ ഒരു വിഷയം തീർന്നിട്ടില്ല. ഇപ്പോഴും ഈ ഒരു വിഷയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് രേണു സുധിയും ഷഫീന ബീവിയും തമ്മിലുള്ള ഇഷ്യൂസ് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കും ആൾക്കാർ ഇത് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്നാൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഓവറായിട്ട് വന്നിരുന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്നായി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നായി കഴിഞ്ഞാൽ ഇല്ല സിനിമയിൽ പറയുന്ന ഡയലോഗിൻ്റെ കണക്ക് അവരച്ഛനും മക്കളും നമ്മൾ നായിൻ്റെ മക്കളും ആവും. അതുകൊണ്ട് കഴിവതും ഇതൊക്കെ ഒരു കോണ്ടന്റ് എന്നുള്ള രീതിയിൽ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക, വിടുക, അത്രയേ ഉള്ളൂ. എന്തായാലും കിച്ചുവിൻ്റെ വീഡിയോ ഒന്ന് കാണാം. വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, എന്തുണ്ട് ടെൻഷനാണ്? അവനവിടെ പോകാനുള്ള അവകാശമുണ്ട്, അവൻ ആ കൊച്ചിനെ കാണാനുള്ള അവകാശമുണ്ട്. കാര്യം അവൻ്റെ അച്ഛൻ്റെ ചോരയിൽ പിറന്ന മകനാണ് ഈ പറയുന്ന ഋതപ്പൻ അല്ലേ. അപ്പം തീർച്ചയായിട്ടും അവനവിടെ പോകുന്നതിന് ഒരു മനുഷ്യർക്കും തടയാൻ പറ്റത്തില്ല. അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വെളിയിൽ പോകേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. നമ്മൾ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹലോ, ഇവർ ഈ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നത് ഇവർക്കറിയാം ഇനി അവിടെ ചെല്ലുമ്പോൾ ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ. കാര്യം അവരിനി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പേടി ഈ പയ്യന്മാരുടെ മുഖത്തുണ്ട്. അത് കാണാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഈ ഋതപ്പൻ്റെ ഈ ഒരു ഫേസ് ബ്ലർ ചെയ്തേ നിങ്ങളെ കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ചൈൽഡ് ലൈനിൽ നമ്മുടെ പേരിൽ കേസ് വരും. മനസ്സിലായില്ലേ? ചൈൽഡ് ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കൊണ്ട് കേസ് കൊടുക്കാം. അച്ഛനും അമ്മയും പോയി കൊടുക്കണമെന്നില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയി നമ്മുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഋതപ്പൻ്റെ ഫേസ് നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിച്ചോണം. ഋതപ്പന് പഴയ ആ ഒരു ഹാപ്പിനെസ് ഒന്നുമില്ല. ഋതപ്പൻ വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എന്തോ പേടിച്ചിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കൊച്ചിൻ്റെ ഫേസ് നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ കിച്ചുവിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുമില്ലേ? പള്ളിയിൽ പോയോ? എന്ത്? എവിടെ പോന്നു? എടാ എവിടെ പോന്നടാ? എവിടെ പോന്നു? എവിടെ പോന്നു? എവിടെ പോന്നു? അമ്മേനെ കൊണ്ടുവരാനായിട്ട് എയർപോർട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പം കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി വീഡിയോ ഇട്ടതിന് ശേഷം രേണു ദുബായിലിരുന്ന സമയത്തെങ്ങാണ്ടും അവിടെ പോയി വീഡിയോ എടുത്തതാണ്. ഓക്കെ, അത് മാത്രമല്ല കിച്ചു ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഋതപ്പനെ പുറത്ത് കൊണ്ടുപോയി കറക്കാനായിട്ട് ഞാൻ രേണുവിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രേണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഈ പറയുന്നതിന് വേണ്ടി വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രേണു ഉണ്ടല്ലോ, ഈ കിച്ചുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന വീഡിയോസ് എല്ലാം എടുത്ത് വെച്ച് ഷെയർ ചെയ്യുമായിരുന്നു.
അപ്പം പിന്നെ ഇതിനകത്ത് എന്തുവാണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ വെറുതെ പൊട്ടന്മാരാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാ ഞാൻ പറയുന്നത്, പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും പേഴ്സണലായിട്ട് തന്നെ വെക്കുക. വെറുതെ പബ്ലിക്കിന് ഇത് കൈയൊട്ടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടന്റ് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. ഇതിപ്പം തന്നെ നോക്കിക്കോണം, ഇനി നാളെ ഇനിയിപ്പോൾ രേണുമായിട്ട് ഇവർ ഒന്നായി കഴിഞ്ഞാൽ തന്നെ ഇത് പിന്നെയും പ്രശ്നങ്ങളായിരിക്കും വരാൻ പോകുന്നത്. നീയാണോ വണ്ടി ഓടിക്കുന്ന? പിന്നെ നീ ഓടിക്കല്ലേ? നീ വണ്ടി ഓടിക്കുന്നിട്ട്? ഞാൻ കഴിഞ്ഞോട്ടെ നീ ഇല്ലേ എടുത്ത ഈ വണ്ടി? പൗഡർ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തേക്കാണ്ടാ. ഇതാണ് ട്രെൻഡാണ് ഇത്. കാരണം ഈ ഒരു ഇത്രയും പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ, അവൻ ആ ഒരു കൊച്ചിനെ കാണാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് ഭയങ്കരം തന്നെ. അവൻ ആ ഒരു ബന്ധത്തിൻ്റെയൊക്കെ വില നല്ലോണം അറിയാം. കാര്യം അവൻ ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒന്നും ഇവരുടെ അടുത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല. അത് വളരെ ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അവന് ആ കൊച്ചിനോട് അവന് ഭയങ്കര കാര്യമാണ്, മനസ്സിലായി. ഇനിയെങ്കിലും ഈ രേണുവിൻ്റെ വീട്ടുകാരും ഒക്കെ ഇത് മനസ്സിലാക്കണം. അവൻ നിങ്ങളോട് കാണിക്കുന്നതിൻ്റെ കാൽഭാഗം നിങ്ങൾ അവനോട് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടല്ലേ, പറയുന്നില്ല. ഇവർ എറണാകുളത്ത് അമ്മേനെ വിളിക്കാൻ പോവാനായിട്ട് നിൽക്കുമായിരുന്നു നമ്മൾ വന്നപ്പം. ആകെ ഒരു പ്ലാൻ സർപ്രൈസ് ആയിട്ട് വന്നോണ്ട് പ്ലാൻ ഒന്നും നടന്നില്ല അല്ലേ? എന്തൊക്കെയോ ഉണ്ടല്ലേ, ഇവര് പറയുന്നുണ്ട് എറണാകുളത്ത് അമ്മയെ വിളിക്കാൻ വേണ്ടി പോകാനായിട്ടിരിക്കുവായിരുന്നു. അപ്പം രേണു നാട്ടിലില്ലാത്ത സമയത്ത് എടുത്തൊരു വീഡിയോ ആണത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് രേണു വന്ന് ഓരോ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. അതായത് ഓരോരുത്തർ ഇടുന്ന വീഡിയോ രേണു എടുത്ത് റീഷെയർ ചെയ്യുന്നു, രേണു അതിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് കിച്ചുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് ഓരോ സംഭവങ്ങൾ കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ രേണുവിന് കിച്ചുവിനെ പേഴ്സണലി വിളിച്ച് ഈ ഒരു വിഷയങ്ങളെല്ലാം തീർക്കാമായിരുന്നു. പക്ഷെ രേണു അവിടെ ചെയ്തിട്ടില്ല. രേണു അവിടെ പിന്നെയും വാശി കാണിക്കുമായിരുന്നു. എന്തായാലും ബാക്കിയൂടെ കാണാം. വണ്ടി എടുക്കാൻ ഇതെന്തോ അടുക്കിയിരുത്തേക്കുന്ന ഇത് കയ്യൊക്കെ കെട്ടിരിക്കുന്ന എപ്പോ എങ്ങോട്ട് പോവുക? എന്താ അവർക്കത് മനസ്സിലായി. കാര്യം ഋതപ്പൻ എപ്പോഴും പെരുമാറുന്നത് പോലെയല്ല പെരുമാറുന്നത്. ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെയൊക്കെ ഉള്ളിൽ വിഷം ഉണ്ടെങ്കിൽ അത് കൊച്ചുങ്ങളുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കരുത്. അത് ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലും ഒരു ഇത് വരും. ഈ കിച്ചുവിന് ആകപ്പാടെയുള്ള എന്തെങ്കിലും ഒരു സ്നേഹബന്ധമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഈ ഋതപ്പൻ്റെ അടുത്താണ്. അതും കൂടി ഇല്ലാതാക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. പറയടേ അമ്മ വെച്ച് എന്ത് പറയും? എന്തൊരു ഷോടേ, എന്ത് വരാത്ത എന്തോ പറയും അമ്മയുടെ എന്തോ പറയും? എന്താ വരാത്തെന്ന് വെച്ച് എന്തോ പറയും? കാരണം എന്തോ പറയും? ആരുടെ കൂടെ വീട്ടിലേല നമ്മുടെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞു, പിന്നെ വന്നേയില്ല, എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വന്നതാ. അതാ ഇത്രയും വന്നേല്ലേ. അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. സെറ്റല്ലേ എയർപോർട്ടിൽ പോകാൻ നിന്നല്ലേ? എയർപോർട്ടിൽ വന്ന് ഇപ്പൊ ഇങ്ങനെ ഇഷ്ടമാണോ എയർപോർട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോ? എന്തുവാ നിനക്ക് തോന്നുന്നത് അവിടുത്തെ ആൾക്കാരൊക്കെ നമുക്ക് പിള്ളേരെ മൊത്തം കൊണ്ടുപോകാന്നുള്ള രീതിയിൽ നിൽക്കുക. എല്ലാരും ഉണ്ട്. ഋതപ്പൻ ഹായ് ഹലോ. അപ്പോൾ കിച്ചു രേണുവിനെ വിളിച്ച് ചോദിച്ചു. രേണു പറഞ്ഞു ഓക്കെ കൊണ്ടുപൊക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനിയാണ് നിങ്ങൾ വേറൊരു വീഡിയോ കാണുന്നത്. അതാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. കാര്യം രേണുവിൻ്റെ ചേച്ചിക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. രേണുവിൻ്റെ ചേച്ചിയുടെ കൊച്ചിനെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? കൊച്ചെവിടെ എന്നും പറഞ്ഞ് 5 മിനിറ്റ് കൂടുന്തോറും കിച്ചുവിൻ്റെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നാണ് പറയുന്നത്. അവൻ ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഒരു വേർതിരിവുണ്ടല്ലോ, ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൊണ്ടാണ് അവൻ ഒരിക്കലും അവിടെ വന്ന് നിൽക്കാത്തത്. അവൻ്റെ ലൈഫ് സ്റ്റോറിക്കകത്ത് അവൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്നൊരു വീഡിയോ അത്. ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവർ ഓരോ വട്ടം പോയി അവിടെ വീഡിയോ ചെയ്യും തോറും ഇവരെല്ലാവരും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ തിരിച്ച് പോകുന്നു. പിള്ളേരെല്ലാരും ഹാപ്പി നമ്മളിവിടെ വന്നപ്പോ ആദ്യം തുതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി നിന്ന് അമ്മ എന്തോ അവിടെ ഉള്ള രീതിയിൽ അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇവര് പോവല്ലേ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതില് നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ പിന്നെ ആദ്യം പപ്പയെടുത്ത് ചോദിച്ചു, പപ്പ പറഞ്ഞ് നടക്കത്തില്ല കണ്ടില്ലേ പൊക്കോ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞത് നമ്മുടെ തങ്കം ചേട്ടൻ. എന്തോ അമ്മയടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ, അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളം പറഞ്ഞ, അങ്ങനെ ഞങ്ങള്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു പ്രശ്നത്തിന് ശേഷം ലൈഫ് സ്റ്റോറി ഇട്ടതിന് ശേഷം ഈ രേണുവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ വട്ടം കിച്ചുവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലായിരുന്നു എന്നായിരുന്നല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്ന്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നും എനിക്ക് പിടി കിട്ടുന്നില്ല. ഇതിപ്പോൾ എന്ത് കാണുന്നതാണ് സത്യം, ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ വല്ല ഐഡിയയും കിട്ടുന്നുണ്ടോ? പക്ഷെ 90% ശരി കിച്ചുവിൻ്റെ ഭാഗത്തായിരിക്കാം. പക്ഷേ ഈ ഇത്രയും പ്രശ്നം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഈ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതെല്ലാവരും ചോദിക്കും. എന്തായാലും നാളെ ഒരു കാലത്ത് ഇതൊന്നും തിരിഞ്ഞു വരുന്നില്ലേ എന്ന് പ്രാർത്ഥിക്കും. കൊണ്ടുപോയതാണ് അങ്ങനെ, ഹാപ്പിയാന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യം അവരുടെ ചോദിച്ചു പോകണ്ട, ഞങ്ങളോട് വരുന്നത് ഞാൻ പറഞ്ഞാ വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയി. എല്ലാരെയും കൊണ്ട് പിള്ളേരെല്ലാരും ഹാപ്പി. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള, ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഒരു 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ട് രമ്യ ചേച്ചി വിളിച്ച് എൻ്റെ കൊച്ചുങ്ങളെ എവിടെ കൊണ്ടുപോകണ്ടെന്ന് ചോദിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു. 5 മിനിറ്റ് തോറും ഇവർ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. തനി സ്വഭാവങ്ങൾ വെളിയിൽ വരുന്ന കണ്ടോ? ഇപ്പം ഇതാ പറഞ്ഞത്, ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വിഷയം കണ്ടിന്യൂസ്ലി റിയാക്ട് ചെയ്തത്. പ്രത്യേകിച്ച് കിച്ചുവിൻ്റെ വിഷയങ്ങൾ വന്നിരുന്ന് റിയാക്ട് ചെയ്യുന്നത്. അവൻ അവിടെ വീട്ടിൽ വരാനുള്ള അവകാശമില്ലേ, അല്ലെ ഋതപ്പനെ കാണാനുള്ള അവകാശമില്ലേ? അവൻ്റെ ഒരു സ്നേഹം വെച്ചിട്ട് എങ്കിൽ പിന്നെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് അവൻ ഡിസൈഡ് ചെയ്തത് അത് ഇത്ര വലിയ തെറ്റാണോ? അല്ലെ അവൻ കൊച്ചുങ്ങളെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊക്കെ എന്തോ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന്. നിങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട ചിന്താഗതിയൊക്കെ അങ്ങ് മാറ്റി വയ്ക്കും. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല, കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്ന. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, കൊണ്ടുപോയതാണ്. പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ സ്വന്തം. എന്താ അറിയാ പിള്ളേരെന്ത്. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതൊക്കെ നിങ്ങളെന്ന് കാണിക്കാന്നും കൂടെ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു വീഡിയോ. എന്തായാലും അവന് ആ ഒരു കൊച്ചിനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും അവൻ പോയി കാണും എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കിച്ചുവിനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇറങ്ങിയ ആൾക്കാർ മണ്ടന്മാരായോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയാണ് അല്ലേ. പ്രത്യേകിച്ച് ഷഫീന ബീവിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഈ ഒരു വിഷയത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ നിന്നിട്ടുള്ളതാണ്. പോരാത്തതിന് ഇപ്പം ഈ രേണുവിൻ്റെ ചാറ്റും കാര്യങ്ങളും എല്ലാം വെളിയിൽ വന്നിട്ടുമുണ്ട്. രേണു അതിനൊന്നും ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല, വന്നിരുന്ന് മെഴുകുവാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറേ ആൾക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. എന്തായാലും കണ്ട് തന്നെ അറിയാം. എന്തായാലും ഇനി നമുക്ക് ഫിറോസിക്കയുടെ വീഡിയോ ഉണ്ട്, ഫിറോസിക്കയുടെ വീഡിയോ ഒന്ന് കാണാം. നമ്മള് ഒരു വീട്, പാവപ്പെട്ടവർക്ക് ഒരു വീട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ അതുവഴി കുറേ അപേക്ഷകൾ വന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പുതുപൊന്നാനിയുള്ളൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട്, അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, സ്ഥലം വാങ്ങിച്ചിട്ട് വീടുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ ആരൊന്നുമില്ല, ഞാനും എൻ്റെ ഫാമിലി, അതായത് എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികളടങ്ങുന്ന കുടുംബം വെച്ച് കൊടുക്കുന്ന ഒരു വീടാണിത്. അപ്പോൾ അതിനകത്ത് അപേക്ഷ, സോഷ്യൽ മീഡിയ വഴി കുറേ ആൾക്കാരെ നല്ലൊരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അപേക്ഷകൾ സ്വീകരിച്ചു. അതുവഴി ആണ് ഈ വീട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മുന്നേ ഒരു 4-5 വീടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആൾമോസ്റ്റ് ഒരു 40% അല്ലെങ്കിൽ 50% ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കൂടുതലും ഈ സംഗതികൾക്കൊക്കെ പൈസ ചിലവായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കേരള ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒക്കെ അതിൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ വീട് കൊടുത്തതെല്ലാം. അപ്പോൾ ഇതിനകത്ത്
മുമ്പ് കൊടുത്ത 4-5 വീടുകൾക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് കൊടുത്ത ഒരു വീട് ഒരു പ്രമുഖ താരത്തിൻ്റെ മക്കൾക്കാണ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വൈഫോ തേർഡ് വൈഫോ ആയ ഒരു സ്ത്രീ വീട് ചോരുന്നുണ്ടെന്ന് പറയുന്നു. അതുമുതലാണ് ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ ആയിട്ട് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയത്. അല്ലാതെ പലരും ഈ കമൻറ്റിൽ പറയുന്ന പോലെ അവർ ഞങ്ങളുടെ അടിമയായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇവരെ അടിമയായിട്ട് നിൽക്കണമെന്നൊന്നും അവരെവിടെയും പറഞ്ഞിട്ടില്ല. അവർ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിന് വരേണ്ട മെയിൻ്റെനൻസും കാര്യങ്ങളും ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുക്കേണ്ടത് ആരാ? രേണുവാണ് ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ഇവരെ വന്നിരുന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പുള്ളിയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വരെ കാശ് എടുത്ത് ആ ഒരു വീടിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു മനുഷ്യരും പറയുന്നില്ല. ഫിറോസിക്കയുടെ നിങ്ങൾ പേഴ്സണലി സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വിഷയത്തിൽ എന്തുമാത്രം പൈസ പിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സകലമാന തെളിവും പുള്ളിയുടെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കാനും പുള്ളിക്കാരൻ റെഡിയാണ്. അതും പറയുന്നുണ്ട്. അതുപോലെ കേട്ട് നിൽക്കണം, അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളൊരു വീട് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞ് പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിച്ച് നോക്കാറ് പോലും ഇല്ല. പിന്നെ പലരും പറയുന്നത് കേട്ട് ഞാനിപ്പോൾ ഈ വണ്ടി വാങ്ങിച്ചത് അല്ലെങ്കിൽ വേറെ വണ്ടി വാങ്ങിച്ചത് ഒക്കെ ചാരിറ്റി ചെയ്തുകൊണ്ട് വാങ്ങിച്ച വണ്ടിയാണ്, അതിനുള്ള പൈസ. അടിപൊളി കോമഡിയാണ്. ഈ പറയുന്ന ആരെങ്കിലും പൈസ തന്നിട്ടുണ്ടെങ്കിൽ, ഇനി പൈസ നിങ്ങൾ തന്നിട്ടില്ല വെച്ചെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാത്തിൻ്റെയും കണക്കുകളും കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു തരാം. അതിൽ എൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ എന്തെങ്കിലും കണക്കുകളോ കാര്യങ്ങൾക്കോ ഒക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി ഫിറോസൊക്കെ എടുത്ത് ചോദിച്ചാൽ മതി. അവർ വീട് വെച്ച് കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഈ കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയത്തിൽ കിച്ചുവിന് വേണ്ടി സംസാരിക്കാൻ പല ആൾക്കാരും ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇനി അവർ രണ്ടുപേരും ഒന്നായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർ മണ്ടന്മാരായി പോകുന്നൊരു അവസ്ഥയും കൂടി മേ ബി ഇതിനകത്തോട്ട് വരാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.